നമ്മൾ പരിചയപ്പെടുന്നത് ഷാദുലി എന്ന് പറയുന്ന കർഷകനെയാണ്. അദ്ദേഹം മാട്ടൂൽ സ്വദേശിയായിരുന്നു. എന്നാൽ 10-15 വർഷങ്ങൾക്ക് മുമ്പ് കൃഷിയോടുള്ള അമിതമായ താല്പര്യത്തിൻ്റെ ഭാഗമായി തിരുമേനിക്കടുത്ത ചാത്തമംഗലത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് 10 ഏക്കറോളം സ്ഥലം വിലക്ക് വാങ്ങി കൃഷിയുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മുഴുവൻ പഴവർഗ്ഗങ്ങളാണ്. വ്യത്യസ്ത രീതിയിലുള്ള പഴവർഗ്ഗങ്ങളാണ് അദ്ദേഹം ഇവിടെ വെച്ചു പിടിപ്പിച്ചത് എന്നുള്ളതാണ്. വളരെ ശാസ്ത്രീയമായും ജൈവ രീതിയിലുമാണ് ഈ കൃഷിയുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. റംബൂട്ടാൻ മരങ്ങൾ തന്നെ ഏകദേശം 150ഓളം വരും. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ജീവാമൃതത്തിൻ്റെ ഉറവിടാന്നിതല്ലേ? ഇത് ജീവാമൃതം അല്ലേ? അതിപ്പോൾ എത്ര ദിവസമായി? ഇതിപ്പോൾ 3-ാമത്തെ ദിവസമാണ്. ഒരാഴ്ചക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കണം എന്നാണല്ലോ? അല്ല. ഇപ്പോഴത്തെ പുതിയ പഠനം വരുന്നത് പിന്നെ ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മറ്റേ ഇത് അഗ്രികൾച്ചറിന്റെ ഇത് വന്നിട്ടുള്ളത് 9 ദിവസം മുതൽ 14 ദിവസമാണ് അതിന് ഏറ്റവും ഇത് കിട്ടുന്നതാണ്. ഏറ്റവും കൂടുതൽ സൂക്ഷ്മജീവികൾ വർദ്ധിക്കുന്ന സമയം അല്ലേ? അല്ല, ഞാനിപ്പം ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ ചെയ്യുന്നുണ്ട്. അല്ല, നമ്മളെ കൃഷി വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പം പിന്നെ പുതിയ പഠന റിപ്പോർട്ട് വന്നിട്ടുള്ളത് 9 മുതൽ 14 ദിവസമാണ് ഏറ്റവും അനുയോജ്യം. ഹരിത കഷായക്കലുണ്ടാ? ഹരിത കഷായം ഇതൊന്നും ഇപ്പൊ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ. അത്രയല്ലോ. അവിടെ ഒരു ചെറിയ റംബൂട്ടാൻ കാണുന്നുണ്ടോ? അവിടെ പരുന്ന അവിടെയാണ് നമ്മളെ ജലം മറ്റേ കുളം ഉള്ളത്. ശരി. അതൊരുല്ലേ? നിങ്ങൾ വരുന്ന സമയത്ത് ഇത് മുഴുവൻ തെങ്ങും കവുങ്ങാണ് ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ ഞാൻ ഈ പല വൃക്ഷങ്ങളും പിന്നെ ഈ ജാതിയും ഇതും പ്ലാന്റ് ചെയ്തു. അതിനോടുള്ള താല്പര്യം കൊണ്ട് ഒരു വെറൈറ്റി കൃഷി ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നേരം ഇവിടെ റബ്ബറായിരുന്നു അന്നത്തെ ട്രെൻഡ്. അന്നേരം ഞാനത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുകയും എനിക്കൊരു വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു പുതിയ എന്തെങ്കിലും ഞങ്ങളതായിട്ട് തന്നെ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഈ ജാതിയും ഈ റംബൂട്ടാൻ ഏകദേശം 100-ലധികം തൈകളുണ്ട്. അതിന് മാംഗോസ്റ്റിനുണ്ട് ഒരു 10-40 എണ്ണം. താഴെ നമ്മൾ വരുന്ന സമയത്ത് ഈ ആടിനെ വളർത്തിയിരുന്നു തോന്നുന്നല്ലേ? ആടിനെ വളർത്തിയിരുന്നു. അത് 2-3 ആടിന്റെ കൂട് പോലെ കണ്ടു അല്ലേ? ആട് ഫാം. അത് സത്യത്തിൽ കേരളത്തിൽ നമുക്ക് ഫാം എന്ന രീതിയിൽ സക്സസ് അല്ല എന്നാണ് എൻ്റെ അനുഭവം. പിന്നെ 1-2 മാടുകളെ വീട്ടുകളിൽ വളർത്തുക എന്നല്ലാണ്ട് കേരളത്തിലെ സാഹചര്യത്തിൽ അതിന് എന്തെങ്കിലും മൃഗസംരക്ഷണ വകുപ്പിന്റെ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടുണ്ടായില്ല? ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ അന്വേഷിച്ചിട്ടില്ല. പിന്നെ അതിന് ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല, ഞാനത് ചെയ്തിട്ടുമില്ല. മറ്റേ പശു വളർത്തലോ? പശു ഈ കൃഷിയിലേക്ക് വന്നത് തന്നെ ഞാൻ സുഭാഷ് പാലേക്കർജിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ പ്രചോദനം കൊണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ജീവാമൃതം പിന്നെ നാടൻ പശു ഉണ്ടായി കഴിഞ്ഞാൽ നാടൻ പശു ഉണ്ട്. ജീവാമൃതം ഇപ്പം ഞാൻ 5 വർഷത്തോളം കൃഷിയിൽ നിന്ന് മാറി നിന്നിരുന്നു. ഇപ്പാണ് രണ്ടാമതും കൃഷി. മുമ്പ് ഗൾഫിലുണ്ടായിരുന്ന? 18 വർഷം ഗൾഫിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവിടുന്ന് സമ്പാദിച്ച പൈസയാണ് ഇവിടെ കൃഷിയിൽ ചെലവഴിച്ചത് അല്ലേ? 2-3 ടാങ്കുകളുണ്ട്. അവിടെ മത്സ്യം വളർത്തലുണ്ടോ? മത്സ്യം വളർത്തലില്ല. മത്സ്യം വളർത്തിയിട്ടുണ്ട്. ഇല്ല അല്ലേ? അത്യാവശ്യം മുമ്പ് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ വെറുതെ കുളത്തിൽ കുറച്ച് മത്സ്യം കൊണ്ടിരുന്നു. അതിനോടായിട്ട് അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടായി. ഇത് മുഴുവൻ ജലസേചനത്തിന് വേണ്ടി തന്നെ? ജലസേചനം. അതെ അല്ലേ? അത് കൃഷി സ്ഥലങ്ങളിലും നല്ല കാണാൻ നല്ല രസമില്ല. കൃത്യമായിട്ട് കാടെല്ലാം വയക്കി അല്ലേ? നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്. വരുമാനം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇതുവരെ കിട്ടിയിട്ടില്ല. കൃഷിയിൽ നിന്ന് വരുമാനം അങ്ങനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് രണ്ടാമതും കൃഷി നിർത്തിയിട്ട് പിന്നെ കുട്ടികളെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്നത് കണ്ടതുകൊണ്ട് വേറെ ഫീൽഡിലേക്ക് പോയിട്ടുള്ളത്. പഴയ ഫീൽഡിലേക്ക് പോയി എൻ്റെ മകൾക്ക് ജോലി കിട്ടിയതിന് ശേഷം രണ്ടാമതും കൃഷിയിലേക്ക് തന്നെ തിരിച്ചു വന്നതാണ്. ശരിക്കും നിങ്ങൾ മാട്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് 10 ഏക്കർ കൃഷിസ്ഥലം വാങ്ങുന്നത് ഇതിൽ നിന്ന് വലിയ മെച്ചം ഉണ്ടാവുന്നില്ല ഉദ്ദേശത്തിലായിരിക്കും? അല്ലല്ല, അങ്ങനെയല്ല. ഞങ്ങള് സാമ്പത്തികം മാത്രമല്ല, ഞാൻ ഇതിൽ എനിക്ക് സാമ്പത്തികം ഇല്ലെങ്കിലും എൻ്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും അത് ഇന്നും സക്സസ് ആണ്. അതൊരു വലിയൊരു അതെ. നമ്മളിപ്പോ എത്ര സമ്പാദിച്ചു കഴിഞ്ഞാലും ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. അല്ല, ഇതിൽ ഏറ്റവും വലിയ പറയേണ്ട വിഷയം എന്ന് പറയുന്നത്, ഞാൻ ഈ സ്ഥലം വാങ്ങുമ്പോൾ 2012 എനിക്ക് പ്രമേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അന്നേരം പിന്നെ 2012 അന്ന് 400-390 ഷുഗറുള്ള സ്ഥലത്ത് ഞാൻ ഇന്ന് ഈ 12 വർഷത്തോളം ഒരു മരുന്നും കഴിക്കാണ്ട് തന്നെ
അതിന് മരുന്നായിട്ട് കൃഷിപ്പണിയാ ചെയ്തത്. മരുന്നായിട്ട് കൃഷിപ്പണിയും ഇതിന്റെ ഹാപ്പിനെസ്സും ഇതൊന്നും തന്നെയാണ്. എനിക്ക് അതുകൊണ്ട് ഇന്ന് വരെ അത് എൻ്റെ മരുന്ന് കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ നമ്മള് ഇനി ഏറ്റവും വലിയ വിദ്യാഭ്യാസ വേഷന്മാരെന്ന് പറയുന്നത് ഏറ്റവും വലിയ നമ്മുടെ സമ്പാദ്യം ആരോഗ്യമാണെന്നില്ല. അപ്പൊ നിങ്ങളെ സമ്പാദ്യം എന്ന് പറയുന്നത് ആരോഗ്യം. എന്നും എന്റെ വൈഫിന് ഭയങ്കര തന്നെയാണ് ആരോഗ്യം. അത് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ഇതുകൊണ്ടാണ് എല്ലാവരും ഒറ്റയ്ക്ക് ഇതുകൊണ്ട് താമസിക്കുന്നത് പറഞ്ഞത്. അത് തന്നെയാണ് നമ്മളെ ബെനിഫിറ്റ്. അതാണ് അത് വലിയൊരു ഇമ്പോർട്ടന്റ് വിഷയം തന്നെയാണ്. അതെ അതെ അതെ. ഏതായാലും ഈ കൃഷിസ്ഥലത്ത് ഞാൻ അവിടെ പകുതി വരെ വന്നിട്ടുണ്ടായിട്ട്, അപ്പോൾ ഈ കൃഷിസ്ഥലത്ത് എത്താൻ പറ്റിയാലും നിങ്ങളെ കാണാൻ സാധിച്ചാലും വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു.